ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിമുമായിട്ടാണ് ഗൈസ്. ഞാൻ ഈവിൾ നൺ എന്നാണ് ആ ഗെയിമിൻ്റെ പേര്. നമ്മൾ തുടക്കം തന്നെ കയറി കാറിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അടുത്ത പരസ്യം ഗൈസ്. പരസ്യം പിന്നെ പാടാം. പൈസ അടയ്ക്കാതെ കളിക്കാൻ പറ്റത്തില്ല. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മുഖ്യമാണ് ഗൈസ്. അവസാനം നമ്മളൊരു ട്രാജഡിയൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ച് അമ്മുവിൻ്റെ ട്രാജഡിയാണ്. പിന്നെ എൻ്റെ ട്രാജഡിയും ഉണ്ട്. പിന്നെ അമ്മുവിന് എന്തൊരു കാര്യമൊക്കെ പറയാം. അപ്പോൾ ഗൈസ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇനി സ്കൂൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ നമ്മുടെ ക്ലാസ് റൂമും കാണിക്കുക. എൻ്റെ അച്ഛൻ്റെ ക്ലാസ് റൂം കാണിക്കുക. ഡിവിഷൻ കാണിക്കാൻ പറ്റില്ല. ഡിവിഷനും കാണിക്കില്ല. പക്ഷേ ഡിവിഷനൊക്കെ കാണിക്കാൻ പറ്റില്ല. ഞാൻ കാണിക്കില്ല. അമ്മു 2Bയിലാണ് ഗൈസ്. 2A സോറി ഗൈസ്. 7th 8th Bയില് ഞാൻ ഇതുവരെ ബി ആയിട്ടില്ല ഗൈസ്. ഞാൻ ഇതുവരെ ബി ആയിട്ടില്ല. യെസ്, ഇതുവരെ ബി ആയിട്ടില്ല. നമ്മൾ രണ്ടുപേരും ലെക്കാണ്. ഫസ്റ്റ് ക്ലാസ് ബി ആണെന്നേ ഉള്ളൂ. ചുമ്മാ ഗൈസ്. അവൾ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ എയിലായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇത് അമ്മു കളിക്കുന്നതാണ് ഗൈസ്. ഫസ്റ്റ് ഡേ കളിക്കുന്നതാണ് ഗൈസ്. അമ്മു സ്കോച്ച് അടിച്ചൊക്കെ അമ്മുവാണ് കളിക്കുന്നത് ഗൈസ്. അമ്മു ഒന്നാം ക്ലാസ്സിലെ തന്നെ ഗൈസ്. ഞാൻ ചുമ്മാ രണ്ടാം ക്ലാസ്സിലാണ്. ഗൈസ് അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ. അങ്ങനെ നമ്മൾ എണീച്ചിരുന്നിട്ട് പ്രാക്ടീസ് അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തുറന്നു. ഞാൻ പറഞ്ഞു കൊടുത്തു. വീണ്ടും അടച്ചു. വീണ്ടും തുറന്നു. കണ്ടോ നമ്മൾ പോകുമ്പോ നമുക്ക് ഞാൻ തിരിഞ്ഞാൻ പറഞ്ഞു. അമ്മു തിരിഞ്ഞു. നമ്മൾ ഈ ഭാഗം തുറക്കാൻ പോകുമ്പോ ഈ ഫോട്ടോ വീഴുന്നുണ്ടോ? ആ വീഴുന്ന ശബ്ദവും ഈ ചന്ദ്രാനന്ദത്തിന്റെ ശബ്ദവും കാരണം നമ്മൾ ഓടിപ്പോയി ഇവിടെ ഇരുന്ന് നമ്മൾ 3, 2, 1 അപ്പൊ ഡേ 1 കഴിഞ്ഞപ്പോ ഡേ 2 ആയി. ഡേ 2 ആയോടഞ്ഞത് അടുത്ത ആഡ്. ഇത് ഞാനാണ് കളിക്കുന്നത് ഗൈസ്. യൂണിഫോം ഒക്കെ ഇട്ട് കാണിച്ചിരുന്നു. യൂണിഫോം ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതും അച്ഛൻ്റെ യൂണിഫോം ഇടുന്നതും എല്ലാം കാണിക്കും. അങ്ങനെ ഇതിൻ്റെ എല്ലാ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് അടിക്കൂ ഗൈസ്. ഞാൻ പുതിയ മൊബൈൽ എടുത്ത് ഗൈസ്. നോക്കിയോ 105 ട്യൂഷന് വേണ്ടി എടുത്തതാണ്. തന്നെ നോക്കിയ എനിക്ക് കിട്ടി ഗൈസ്. നോക്കൂ കിട്ടിയ അച്ഛന്മാരെ ഉള്ളാം. നോക്കിയ ശുഭ അറിഞ്ഞ ഗൈസ്. അവർക്ക് പുതിയ നോക്കിയ കിട്ടി. പുതിയ നോക്കിയ ടച്ചിൻ്റെ അവള് ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ നോക്കിയ. എനിക്ക് വെറും കീബോർഡ് മൊബൈൽ ഗൈസ്. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഓടാ ക്ലാസ്സിൽ നമ്മൾ രണ്ടുപേരും മൊബൈൽ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്നില്ല ഗൈസ്. എനിക്ക് എന്തിനാണ് മൊബൈൽ? ഞാനാണ് ഇപ്പോൾ കളിക്കുന്നത് ഗൈസ്. ആ വൃത്തിയായിട്ട പാത്രം കാണാം. അവരിപ്പോൾ കയറി വരുന്നത് കണ്ടോ ഗൈസ്. എനിക്കത് പേടി കാരണം ഞാൻ ഇരുന്നു. ഒന്നും നോക്കിയേ. ഞാൻ അങ്ങ് ഇരുന്നു. എണീച്ചു. 3 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്താൽ നമ്മൾ സ്കൂൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഇരിക്കും ഗൈസ്. ഇപ്പം ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും അവരിപ്പോൾ വരും. കണ്ടോ, ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും അവരിപ്പോൾ വരും. അമ്മയായിരിക്കും വീഡിയോ പിടിക്കുന്ന സ്കൂളിൽ പോകുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ക്ഷമിക്കുക കേട്ടോ. നമ്മൾ വീഡിയോ പിടിക്കുന്ന അമ്മയായതുകൊണ്ട് കുറച്ച് കുളങ്ങന്നെയായിപ്പോവും. ഓക്കെ ഗൈസ്. അങ്ങനെ ഞാൻ അവർ വന്ന കണ്ടോണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നത്. ഞാൻ എണീക്കുമ്പോഴത്തേക്ക് അവരിത് ഇറങ്ങി പോകണം. അങ്ങനെ ഗൈസ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഈ വൃത്തിയുടെ പാത്രം കാണുന്നു. ഓടിപ്പോയി ആ സാധനം തുറന്നിട്ട് വീണ്ടും വന്ന് വിളിക്കും ഗൈസ്. കണ്ടോ എൻ്റെ ബുദ്ധി. അമ്മുവിനും ഇത്രയും ബുദ്ധി ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ എന്തിനാ യൂസ് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഗൈസ്. സ്ക്രീൻ റെക്കോർഡിൽ വോയിസ് ഒന്നും വരുന്നില്ല. കണ്ട അവർ നമ്മൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ കൃത്യം വന്നിരുന്ന. നേരത്തെ ഇത് തുറന്നിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഇവർ അങ്ങോട്ട് വന്നു. ഞാൻ അത് തുറന്നിട്ട് ഇവിടെ വന്ന് ഒളിച്ചിരുന്നപ്പോഴത്തെ ഇവർ ഇതിനകത്തിരിക്കുന്നു. എന്തൊരു കഷ്ടം ഗൈസ്. പറയൂ ഗൈസ്. അവർക്കെന്ത് 6th സെൻസ് വല്ലതും ഉണ്ടാ ഗൈസ്? പറയൂ ഗൈസ്. അവർ പോയോ ഇല്ലയോ എന്നൊരു ഡൗട്ട് കാരണം ഞാൻ 5-6 മിനിറ്റ് ഇവിടെ നിന്നു. ഓക്കെ ഗൈസ്. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞ് തുടങ്ങാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പറഞ്ഞൊക്കെ ഇരിക്കാം ഗൈസ്. നിങ്ങളെ വീട്ടിൽ ഫൈറ്റർ എന്ന് പറയുന്ന ഫിഷ് ഉണ്ടെങ്കിൽ ഏത് കളർ 15 ഫൈറ്റർ ഉണ്ട്. ഏത് കളറാണെന്ന് ഒന്ന് പറയുക ഗൈസ്. നമ്മളെ ഒരു 500 ഗപ്പിയാൻ കണ്ട് കിടപ്പുണ്ട്. നമ്മൾ അത്രയും വിറ്റ് ഇപ്പോൾ ഒരു പേരാങ്ങണ്ടേ ഉള്ളൂ.
ഗൈസ് നമുക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. ഹൈബ്രിഡ് ഗപ്പീസ് ആയിരുന്നു ഗൈസ്. ഞാൻ ആദ്യം മിക്സ്ഡാണ് വളർത്തിക്കൊണ്ടിരുന്ന, മിക്സ്ഡ് മാറി ഹൈബ്രിഡ് ആക്കി അപ്പോൾ ഗൈസ് നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചൊരു ട്രാജഡി ഉണ്ട് ഗൈസ്. ഞാൻ ഇവിടെ വെച്ച് തിരിഞ്ഞിട്ട് കുറേ നേരം അവരെ നോക്കിയിരിക്കും. അപ്പോഴേക്കും അവരെ കാണാനില്ല. അപ്പോൾ ഞാൻ തിരിഞ്ഞിട്ട് കുത്തുന്നു, എണീക്കുന്നു, ഓടുന്നു. ഏതോ ഒരു വാതിൽ തുറക്കുന്നു, ഞാൻ വാതിൽ കയറുന്നു, വീണ്ടും വാതിൽ തള്ളിയാക്കുന്നു, ഞാൻ വീണ്ടും കയറുന്നു. ഇപ്പോഴാണ് ഈ സാധനം കണ്ടപ്പോഴാണ് ഗൈസ് ഞാൻ വീണ്ടും ഓർക്കുന്നത്. നമ്മളെ ഗെയിം തെറാപ്പിസ്റ്റ് ജി ടി എന്നാണ് ഗെയിം തെറാപ്പിസ്റ്റ്. ഇവർ ഈ സെയിം വീഡിയോ കളിച്ചിട്ടുണ്ട്, ടി ആൻഡ് അദ്വിക്ക് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ടാണ് കളിക്കാൻ കയറിയ. നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഗെയിം തെറാപ്പിസ്റ്റ്, ടോം, പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ ആൻഡ് റൂൺ ചെറി. അപ്പോൾ ഗൈസ് നമ്മൾ കാറിൽ പോകണേക്കെ സ്കൂളിൽ പോകുന്ന വീഡിയോ ഇടും. പിന്നെ ഒരു കാര്യം ഇപ്പം അച്ചുച്ചേട്ടൻ എൻ്റെ ഈ തരും ഞാൻ പറയുമ്പോൾ. പിന്നെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, സ്കൂളിൽ പോകുന്ന വീഡിയോ, തിരിച്ചു വരുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കണ്ടായിരുന്ന ഗൈസ്, അവർ വന്ന് കയറിയിട്ടാണ് ഗൈസ് അമ്മു ഇരുന്നത്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ സ്ലോ മോഷനിലിട്ട് കണ്ടാലും മതി ഗൈസ്. അവർ വന്ന് കയറിയതും അമ്മു സ്ലോ മോഷനിലിട്ട് ഇരുന്ന്. അപ്പോഴത്തേക്ക് അമ്മു എൻ്റെ അടുത്ത് ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞാൻ പിന്നെ ഇറങ്ങാൻ പോണു. 3 ഗൈസ് 3 2 കണ്ണുള്ളിപ്പോയി. ഞാൻ അവിടെ അവരില്ലെന്നും പറഞ്ഞ് വിചാരിക്കുന്നു. തിരിച്ചു വരുന്ന പറ്റുമെങ്കിൽ ഗൈസ് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ബസ്സിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നത് ഗൈസ്. ഞാൻ ആറ്റിങ്ങിൽ നിന്ന് വർക്കല വരെ പോയി. വർക്കല പേരിട്ടില്ല, എന്തിനാണെന്ന് അറിയാമോ ഗൈസ്? അമ്മയുണ്ടായിരുന്നു കൂടെ, ഡ്രസ്സ് എടുക്കാനായിരുന്നു ഗൈസ്. അമ്മയുണ്ട് കൂടെ. ഇല്ല, ആറ്റിങ്ങ വർക്കല വരെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണ് കളിക്കുന്നത്. തൊപ്പിച്ചന്ത പിളുങ്ക് ആ വഴി പോയിട്ട് ബസ് കാത്ത് കുറേ നേരം ഗൈസ്. ഇതുവരെ ഒരുത്തനെ കിട്ടിയായിരുന്നു. അവൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു ട്യൂഷനിൽ. അങ്ങനെ അവന് ഒരു കോമഡിയും പറഞ്ഞ് ഇരുന്നും ചതഞ്ഞും ഒക്കെ. ഈ അച്ചുച്ചേട്ടൻ സ്കൂൾ ബസ്സിലാണ് ഇപ്പോഴും പോണത് വലുതായിട്ട്. പിന്നെ സ്കൂൾ ബസ് പ്രൈവറ്റ് വിടുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ തിരിക്കും. പ്രൈവറ്റ് ചേട്ടാ വിളിക്കൂല. ലാസ്റ്റ് ഗൈസ്. അപ്പൊ നമുക്ക് പേടി വന്നു. അമ്മു എനിക്കാണ് പേടി വന്നത്. എന്താണെന്ന് വെച്ചാൽ അമ്മു രാത്രി കിടന്ന് അമ്മ പറഞ്ഞ് കിടന്ന് വിളിച്ചാൽ എനിക്കായിരിക്കും ഗൈസ് അടി കിട്ടുന്നത്. അല്ല, അങ്ങനത്തെ സ്വപ്നം ഒന്നും കാണില്ല. ഞാനാണെങ്കിൽ കാണും. സോംബീസ് വരുന്നു, വീട്ടിൽ നിൽക്കുന്നു, തകർക്കുന്നു, ഫ്രീ ഫയർ മാറ്റിയത് മറിച്ചത്. എൻ്റെ ഇവളെ സ്വപ്നം കേട്ടാ ഞാൻ ഇവളെന്തൊരു അമ്മാനീരെ മോളെ കണ്ണൊക്കെ വെച്ചോണ്ടിരിക്കാൻ എന്ന് വിചാരിച്ചു പോകും. സ്വപ്നം കണ്ടേ ഇങ്ങനെ വെച്ചിട്ട് ഒരാളെ ഗൈസ് നമ്മളങ്ങനെ ലെഫ്റ്റ് അടിച്ചിട്ടുണ്ട് ഗൈസ്. തൊട്ട് വെക്കുക. അതല്ലേ ബൈ. നമ്മളെ സമയം കണ്ടല്ലോ ഗൈസ്.